ബി.ജെ.പിയെ ഇത്രമാത്രം ചേർത്ത് വെക്കുന്ന ഒരു യു.ഡി.എഫ് ഗവൺമെന്റ് എന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു ഗവൺമെന്റ് വന്നിട്ട് പോലും ഇല്ല എന്ന് പറയേണ്ടി വരും. അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഒരു തരത്തിലും ഇവരെ സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷെ വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് കണ്ടു നോക്കിയേ. ബി.ജെ.പിക്ക് നിയമസഭയിൽ പാർലമെന്ററി ഓഫീസ് അനുവദിച്ചു. കേരള നിയമസഭയിൽ ബി.ജെ.പിക്ക് ആദ്യമായിട്ടാണ് ഓഫീസ് അനുവദിക്കുന്നത്. നിയമസഭാ സമുച്ചയത്തിലെ 303 നമ്പർ മുറിയാണ്. 3 അംഗങ്ങളുള്ള ബി.ജെ.പിക്ക് നിയമസഭാ സമുച്ചയത്തിലെ 303 നമ്പർ മുറിയാണ് പാർലമെന്ററി പാർട്ടി ഓഫീസായി അനുവദിച്ചിരിക്കുന്നത്. സലീം മാലിക് ചേരുന്നു. സലീമേ, എപ്പോഴാണ് ഇത് അനുവദിച്ചത്? ഇത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ പ്രവർത്തനത്തിലെ, കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിലെ ഒരു സുപ്രധാന ദിവസമാണെന്ന് തോന്നുന്നു, അല്ലേ? അടിപൊളി അല്ലേ? ഇങ്ങനെ ഇരിക്കാനും നിൽക്കാനും ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ അങ്ങ് കൊടുക്കും. വി.ഡി. സതീശനാണ് ഏറ്റവും കൂടുതൽ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജനാധിപത്യ രാജ്യത്തിൽ അവർ മത്സരിക്കട്ടെ, നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് അവിടെ മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ യു.ഡി.എഫിന് നേരെയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ അവിടെ കാണിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ നട്ടല് പണയം വെച്ച ഒരാളെ നമ്മൾ മുഖ്യമന്ത്രിയാക്കി ഇരുത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇലക്ഷന് ജയിച്ച ആദ്യം തന്നെ ഒരു വിമാനം പിടിച്ചങ്ങോട്ട് പോയ കഥ നമ്മൾ കേട്ടത് RSSന്റെ കാര്യാലയത്തിലേക്കൊക്കെയാണ് പോക്കുന്നുള്ളത്. അദാനി ഗ്രൂപ്പുമായിട്ടാണ് ടൈപ്പ് മൊത്തം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദാനി ഗ്രൂപ്പുമായിട്ട് ഇന്ത്യയിലെ യു.ഡി.എഫിന് അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് യാതൊരു താല്പര്യമില്ല. നിരന്തരമായിട്ട് അത് വിളിച്ച് പറയുന്നതാണ് നരേന്ദ്രമോദിയാണ് അവർക്ക് സപ്പോർട്ട് എന്നുള്ളത്. എത്രയോ തവണ വി.ഡി. സതീശൻ വളരെ മൃദുത്വ സമീപനാണ് ബി.ജെ.പിയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൊക്കെ നല്ല കിടിലം മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ, ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത് ബി.ജെ.പിയുടെ ഭരണത്തിന് കീഴിലാണ്. ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ പോലും ഒരുപാട് വർഗീയ വിഷങ്ങൾ തുപ്പുന്ന ഒരുപാട് ബി.ജെ.പിക്കാരെ നമുക്ക് അറിയുന്നതാണെന്നുള്ളതാണ്. അവർക്ക് അവസരങ്ങൾ തന്നെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ 5 വർഷം കഴിയുമ്പോൾ ബി.ജെ.പിയുടെ 3 സീറ്റ് എന്നുള്ളത് 10ഓ 15ഓ സീറ്റായി വളരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിലേക്ക് വഴി വെക്കുന്നത് ഇത്തരം സമീപനങ്ങളാണ് എന്നുള്ളതാണ്. ജനാധിപത്യ രാജ്യമാണ്, സംഭവം ശരിയാണ്. പക്ഷെ കേരളത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു.ഡി.എഫിന് വോട്ട് ചെയ്ത ആളുകളുണ്ടല്ലോ, വർഗീയതക്കെതിരെയും കൂടിയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അത് വെറുതെ കയ്യിൽ നിന്ന് പോവും, അത്രേ പറയുന്നുള്ളൂ. ബാക്കിലൊരു ചുവന്ന ലൈറ്റ് കാണാനില്ലേ, അതിനെ നിങ്ങൾ ചവട്ടുകൊട്ടയിൽ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഖേദിക്കുന്ന ഒരു അവസ്ഥയും കൂടി വരുന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇടതും വലതും മാറി വരണം എന്നുള്ളത്. അതിനർത്ഥം ഇടതങ്ങ് തോറ്റു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് കേറി നിന്ന് മെതിക്കുകയാണെന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ ആ ഒരു ഭരണം നമുക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ ഭാഗമായിട്ടാണ് യു.ഡി.എഫിനെ ജയിപ്പിച്ച് അവിടെ എത്തിക്കുന്നത്. എന്നാൽ യു.ഡി.എഫ് പൂർണ്ണമായിട്ടും ഇവരെ ഇല്ലാണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇല്ലാണ്ടാക്കാൻ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ വേണ്ടത് യു.ഡി.എഫും CPIM ആണ്. ബി.ജെ.പി പാടില്ല എന്നുള്ളതാണ്. ബി.ജെ.പി വന്നു കഴിഞ്ഞാൽ അപകടത്തെ കുറിച്ചിട്ട് നിങ്ങൾ ഭാവിയിൽ മനസ്സിലാക്കുന്നുള്ളതാണ്. ഇപ്പൊ ഒരു കസേരട്ട് കൊടുത്തിട്ടുണ്ട്, കയറി ഇരുന്നോന്ന് പറഞ്ഞിട്ട് നാളെ എന്തൊക്കെ സംഭവിക്കും നമുക്ക് കണ്ടറിയാന്നുള്ളതാണ്. ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. മുസ്ലിങ്ങൾ അവിടെ ജയിപ്പിക്കരുത്, മുസ്ലിങ്ങളെ മത്സരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയലോഗുകൾ നിങ്ങൾ കേട്ടതല്ലേ. ഇവരെ മനസ്സിനകത്ത് നല്ല രീതിയിൽ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തണം നല്ല ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ്. അതിനിടയിൽ വി മുരളീധരൻ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് മിഠായി വലിച്ചത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പൊ ഇത്തരം രീതിയിൽ മൃദുത്വമായിട്ട് ഇവരെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തലയിൽ കയറി നിരങ്ങും. നല്ല 8ന്റെ പണി ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടും. അത്ര പറഞ്ഞു, ന്യൂനപക്ഷങ്ങൾക്കേ കിട്ടുള്ളൂ. വി.ഡി. സതീശനൊന്നും കിട്ടാൻ പോകുന്നില്ല. വി.ഡി. സതീശന് കിട്ടേണ്ടതൊക്കെ കിട്ടും. അത് ഇവിടുത്തെ സാലറി ആണിട്ടും മറ്റുള്ള രീതിയിലൊക്കെ കിട്ടും. ഇവിടെ RSSുമായിട്ട് എന്തോ ഒരു ടൈപ്പ് ഉണ്ട് എന്ന കാര്യത്തിൽ ഇനി തർക്കിക്കാനൊന്നുമില്ല. വരും ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് നമുക്കത് മനസ്സിലാക്കാന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.